ഇന്ന് നമ്മളൊരു പലഹാരമാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. ഞാനിപ്പോൾ പഞ്ചസാര ഒന്ന് ജസ്റ്റ് പൊടിച്ച് ചേർക്കാണ്. പൊടിച്ച് ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അങ്ങനെ തന്നെ ചേർത്താലും മതി. ഈ മുട്ടയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ പെട്ടെന്ന് തന്നെ മുട്ടയിലേക്ക് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. പഞ്ചസാര ഇപ്പോൾ മുട്ടയിൽ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. നമ്മൾ പൊടിക്കാതെ പഞ്ചസാര ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ അധികം സമയം ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ടി വരും. പൊടിച്ച് ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കഴിയും. പിന്നെ ഇതിലേക്ക് 2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്ത റവയായാലും വറുക്കാത്ത റവയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ വറുത്ത റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് സ്നാക്കിൻ്റെ അളവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. 1 കപ്പ് വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ 1 മുട്ട എടുത്താൽ മതി. പിന്നെ ഇനി 1 കപ്പ് തൈരാണ് എടുക്കുന്നത്. നല്ല കട്ട തൈരാണ് എടുക്കുന്നത്. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇനി 1/2 കപ്പോളം തേങ്ങ ചെറിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇനി 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഈ വനില എസൻസിന് പകരം നമുക്കിതിലേക്ക് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താലും മതി. പിന്നെ ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റവയും മുട്ടയും തൈരും ഒക്കെ നന്നായിട്ട് കമ്പൈനായി വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇതിരിക്കേണ്ടത്. ഇനി നമുക്കിത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് എണ്ണയിലേക്ക് കോരി ഒഴിച്ചിട്ട് വറുത്തെടുക്കാവുന്നതാണ്. അതല്ലെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ നുള്ളിയിട്ട് കൊടുത്തിട്ടും വറുത്തെടുക്കാം. പിന്നെ നമുക്കിതുപോലെ ഒരു സിപ്ലോ കവറിലിട്ടിട്ടും ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇതുപോലെ ഒരു സിപ്ലോ കവറിലിട്ടിട്ടാണ് ചെയ്യുന്നത്. സിപ്ലോ കവർ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ സ്പൂൺ ഉപയോഗിച്ചിട്ട് എണ്ണയിലേക്ക് കോരി ഒഴിച്ചാലും മതി. സിപ്ലോ കവർ ഇതുപോലെ ഒരു ഗ്ലാസ്സിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ സിപ്ലോ കവറിൽ ഇത്രയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സിപ്ലോ കവറിൻ്റെ ഒരു എൻഡ് ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ സ്നാക്ക് റെഡിയാക്കി എടുക്കാനുള്ള ഓയിലൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ സ്പൂൺ കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓരോ ടേബിൾ സ്പൂൺ വീതം ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമ്മളിത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വറുത്തെടുക്കേണ്ടത്. ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗമൊന്നും വേവാതെ പുറം ഭാഗം മാത്രം പെട്ടെന്ന് കളർ മാറിപ്പോവും. ഒരു സൈഡൊന്ന് കളർ മാറി വരുമ്പോൾ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സ്നാക്ക് കഴിക്കാൻ. വേഗം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും കഴിയും. ചായ തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് ഈസിയാണ്. നമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ കഴിക്കാൻ പറ്റുന്ന സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ വറുത്തെടുക്കാം. ഇപ്പോൾ വളരെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. താങ്ക്